കേരള ബി.ജെ.പി തലപ്പത്ത് സസ്പെൻസ് തുടരുകയാണ്. ആരായിരിക്കും ആ അധ്യക്ഷൻ? പുതിയ ആളോ പഴയ ആളോ? ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കെ സുരേന്ദ്രൻ തുടരുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകാത്തതിനാൽ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം ഇപ്പോഴും വൈകുകയാണ്. 5 വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രൻ മാറിയാൽ പല പേരുകളാണ് പാർട്ടി ദേശീയ നേതൃത്വം പരിഗണിക്കാൻ പോകുന്നത്. 2020 ഫെബ്രുവരി 15-ന് സംസ്ഥാന അധ്യക്ഷന്മാരായ നേതാക്കളിൽ കെ സുരേന്ദ്രൻ മാത്രമാണ് ഇപ്പോൾ തുടരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റം വേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനിയും തീരുമാനമാകാത്തത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയ പരീക്ഷണങ്ങൾക്കും ബി.ജെ.പി ചിലപ്പോൾ മുതിർന്നേക്കും. കെ സുരേന്ദ്രൻ തുടർന്നില്ലെങ്കിൽ എം.ടി രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേരുകളാണ് പരിഗണിക്കാൻ പോകുന്നത്. അതിൽ എം.ടി രമേശിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ രമേശിന് എതിർപ്പുകളൊന്നുമില്ല. ദീർഘകാലമായി രമേശ് സംസ്ഥാന ഭാരവാഹിയായി തുടരുകയാണ്. രമേശിന്റെ സീനിയോറിറ്റി മറികടന്നുകൊണ്ടാണ് 2020-ൽ കെ സുരേന്ദ്രനെ പാർട്ടി ദേശീയ നേതൃത്വം പ്രസിഡന്റാക്കിയത്. ഇനി ശോഭയിലേക്ക്. സംസ്ഥാന പാർട്ടിയിലെ ക്രൗഡ് പുള്ളർ എന്ന പരിഗണനയാണ് ശോഭാ സുരേന്ദ്രന്റെ ഹൈലൈറ്റ്. എന്നാൽ വി മുരളീധരൻ കെ സുരേന്ദ്രൻ സഖ്യത്തിന്റെ കണ്ണിലെ കരടാണ് ശോഭ. ദേശീയ തലത്തിലെ ഒരു വിഭാഗം നേതാക്കളുമായി പല ബന്ധത്തിലാണ് ശോഭ. തരാതരം ഗ്രൂപ്പ് ബലാബലം പരീക്ഷിക്കുന്ന കേരള ബി.ജെ.പിയിൽ മാറ്റത്തിന്റെ മുഖം പരീക്ഷിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ ഈ പുതിയ പേരും വരും. ഇനി മുരളീധരന്റെ കാര്യമെടുത്താൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് വി മുരളീധരൻ. ഇദ്ദേഹവും ഒരു തവണ കൂടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതേസമയം കുമ്മനം രാജശേഖരന്റെ വരവ് പോലെ ബി.ജെ.പി നേതൃനിരയിൽ നിന്നല്ലാതെ ആർ.എസ്.എസ് മറ്റു പേരുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരിഗണിച്ചേക്കാൻ സാധ്യതയുമുണ്ട്. സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയത് നായർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളാണ്. അതിനാൽ സംസ്ഥാന അധ്യക്ഷൻ ഈഴവ സമുദായത്തിൽ നിന്നാവാനും സാധ്യതയുണ്ട്. ഏതായാലും സസ്പെൻസ് പൊളിയണമെങ്കിൽ ആളെ പ്രഖ്യാപിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കുബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.